പ്രാചീനമായ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവരാദ്യമായി ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് ഇതുപോലെ പയറും നെല്ലും ഒരുമിച്ച് കൃഷി ചെയ്യും. അപ്പോൾ 45 മുതൽ 60 ദിവസം കൊണ്ട് പയറിൻ്റെ വിളവെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഒരു 50 ദിവസം കൂടി കഴിയുമ്പോൾ നെല്ലിൻ്റെ വിളവും എടുക്കാൻ കഴിയും. അപ്പം ഭക്ഷ്യക്ഷാമം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷി രീതിയിലേക്ക് അവർ നീങ്ങുന്നത്. അത് ബുദ്ധിയുള്ളവരായിരുന്നു അവർ. ഇന്നാരും ഇത്തരത്തിൽ കൃഷി ചെയ്യാറില്ല. വിളവിത്തുകളാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് സ്ഥായിയായ കൃഷികളിലേക്ക് മനുഷ്യൻ മാറുന്നത്. അത് കഴിഞ്ഞ് സ്ഥായിയായ കൃഷി, തെങ്ങ്, അതുപോലെ വാഴ, അതുപോലുള്ള കൃഷികളിലേക്ക് മനുഷ്യൻ മാറും. പ്ലാവ്, മാവ്, ഇതെല്ലാം അതിലേക്ക് മാറുന്നത് പിന്നീടാണ്. അപ്പം ഭക്ഷ്യക്ഷാമം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പ്ലാവ്, മാവ്, അതുപോലെ ഉള്ള കൃഷികളെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങനെ ആണ് അന്നത്തെ ഒരു കാലഘട്ടം മനുഷ്യൻ ജീവിച്ചു വന്നത്. ആ പ്രാചീനതയെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ ഒരു കൃഷി രീതി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. പ്രാചീന കാലഘട്ടത്തിൽ കയ്യേറ്റം നടത്തി ആ കയ്യേറ്റ സ്ഥലങ്ങളിൽ കൃഷികൾ ചെയ്യുന്നത് ഇത്തരത്തിലാണ്. ഇതാണ് ഞാനൊന്ന് വിശദീകരിക്കുന്നത്.